ഹലോ. കേരളത്തിലെ പുതിയ ന്യൂസൊക്കെ കണ്ടിട്ട് എന്താ പറയേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. കാക്കേണ്ട കൈകൾ തന്നെ കാർന്നു തിന്നുന്നൊരവസ്ഥ. എന്തല്ലേ, 4-ാം വയസ്സിനുള്ളിൽ കല്യാണി എന്ന് പറയുന്ന ആ കുഞ്ഞ് അനുഭവിക്കേണ്ടി വന്നത് വളരെ ക്രൂരമായിട്ടുള്ള പീഡനമാണ്. അതായത് അച്ഛൻ്റെ അനിയൻ്റെ കയ്യിൽ നിന്ന്, അച്ഛനെ പോലെ സ്നേഹിക്കേണ്ട ഒരാളുടെ അടുത്ത് നിന്ന്. മരിക്കുന്നതിൻ്റെ തലേ ദിവസം വരെയും ഈ കുട്ടി പീഡനത്തിനിരയായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പീഡന വിവരം നമ്മൾ പുറത്തറിയുന്നത്. ഇങ്ങനെ പുറത്തറിയാത്ത കഥകളുള്ള ഒരുപാട് കല്യാണിമാർ ഇനിയും കേരളത്തിൽ ഉണ്ടാവാം. ഈ പീഡിപ്പിച്ച ആളുടെ മാധ്യമങ്ങൾക്ക് മുമ്പിലുള്ളൊരു പെർഫോമൻസ് ഉണ്ട്. അത് അസാധ്യമായിട്ടുള്ള പെർഫോമൻസ് ആണ്, പറയാണ്ടിരിക്കാൻ വയ്യ. എനിക്കറിയില്ല ഇയാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പിന്നെ ഇയാളൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ കുഞ്ഞുങ്ങളുടെ പിറകെ കാമം തീർക്കാനായിട്ട് പോകുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ന്യൂസ് ആദ്യം മുതൽ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും, ഈ കുട്ടിയുടെ അച്ഛനെന്ന് പറയുന്ന ആളും അതുപോലെ ബന്ധുക്കളും എല്ലാവരും ഈ കുട്ടി മരിച്ചതിലുള്ള വിഷമമല്ല ആദ്യം മുതൽ കാണിച്ചുകൊണ്ടിരുന്നത്. പകരം ഈ അമ്മയെന്ന് പറയുന്ന കൊലപ്പെടുത്തിയ സ്ത്രീയെ കുറ്റപ്പെടുത്താനുള്ള വ്യഗ്രത മാത്രമാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. അതായത് ഇവർ മുന്നേയും ഈ കുട്ടികളെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നും അതുപോലെ കുട്ടിയെ കൊല്ലാൻ നോക്കിയിട്ടുണ്ടെന്നും ഒക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടും ആ കുട്ടിയെ രക്ഷിക്കാനോ അതുപോലെ കൊലപ്പെടുത്താനുള്ള ആ ഒരു ഉദ്യമത്തിൽ നിന്നും ഇവരെ പിന്തിരിപ്പിക്കാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തിനു മുൻപ് അങ്ങനെ ചെയ്തെന്നോ എന്താണ് അതിനുള്ള കാരണമെന്നോ ഈ ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ ഈ സ്ത്രീയോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ മേ ബി ഇങ്ങനൊരു ന്യൂസ് നമുക്ക് കേൾക്കേണ്ടി വരില്ലായിരുന്നു. മറ്റൊരു കാര്യം, ന്യൂസുകളാണ്, മാറി മാറി വരും. നാളെ പുതിയ ന്യൂസ് വരും, ആൾക്കാരെല്ലാം അതിൻ്റെ പുറകെ പോകും. ചിലരുടെയൊക്കെ ഉള്ളിൽ ഒരു വിഷമം പോലെ ഉണ്ടാവുക ഈ ഒരു കാര്യം. മക്കളുള്ള അമ്മമാർ, പെൺമക്കളുള്ള അമ്മമാർക്ക് പ്രത്യേകിച്ച്. ഇതിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അതായത് മാതാപിതാക്കൾ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മുതലെടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അത് ചിലപ്പോൾ ഇതുപോലെ കുഞ്ഞുങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വരുമ്പോൾ ചിലപ്പോഴെങ്കിലും പറയുന്നൊരു കാര്യമാണ്, സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി മോശമായതുകൊണ്ടാണ് ഈ പ്രവൃത്തികൾ നടക്കുന്നത് എന്നാണ്. അത് ഒന്ന് റീതിങ്ക് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മൂന്നാമത്തെ കാര്യം, കുട്ടികളെ നോക്കാനും വളർത്താനും പറ്റാത്തവർ പ്ലീസ് ദയവ് ചെയ്ത് അതിന് നിൽക്കരുത്. നിങ്ങളൊരു കുട്ടിയെ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ്. അതിനുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ. അല്ലെങ്കിൽ ഇനിയും നമ്മൾക്ക് ഒരുപാട് കല്യാണിമാരെ കാണേണ്ടി വരും.